ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദുഃഖവും ഭാരവും ക്ഷീണവും കൊണ്ടൊക്കെ പലപ്പോഴും നമ്മൾ വിഷാദത്തിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് വിഷാദത്താൽ ഉറങ്ങുന്നത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 46-ാമത്തെ വാക്യത്തിൽ ഈ ഒരു ഭാഗത്തെ പറ്റി കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. വിഷാദത്താൽ ഉറങ്ങുന്നതിന് പകരം ആ വിഷാദത്തിൻ്റെ തകർന്ന അവസ്ഥയുടെ എല്ലാ ഭാരങ്ങളുമായി നമ്മൾ പിശാചിൻ്റെ കെണിയിൽ വീണു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉണർന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളുടെ വിഷാദവും സങ്കടമൊക്കെ പറയുക. എന്നിട്ട് കർത്താവ് തരുന്ന ആശ്വാസത്താൽ പോയി ഉറങ്ങിക്കൊള്ളുക. യുദ്ധം ദൈവത്തിനുള്ളതാണ്. പക്ഷെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ദൈവത്തോട് പറയാതെ വിഷാദത്താൽ ഉറങ്ങിയാൽ ദുഷ്ടൻ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ചെയ്യരുതാത്തവ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. ഈ വചനത്താൽ ദൈവം നമ്മെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കട്ടെ.